ഉത്തർപ്രദേശിലെ ചെറിയ ഒരു ഗ്രാമമായ ബറൗലിയിലാണ് രാഘവ് ശർമ്മ താമസിച്ചിരുന്നത്. 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു രാഘവ് ശർമ്മ. അവൻ്റെ കണ്ണുകളിൽ എപ്പോഴും പഠിച്ചു വലിയവനാകണം എന്ന സ്വപ്നം കാണാമായിരുന്നു. പക്ഷേ ചെറുതിലേ മുതൽ അവന് അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അവന് 17 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചുപോയി. വീട്ടിൽ വയസ്സായ അമ്മ സരസ്വതി ദേവി മാത്രമേയുള്ളൂ. വീടിൻ്റെ ചുമതല മുഴുവൻ രാഘവിൻ്റെ കൈകളിലായിരുന്നു. ബറൗലി ഗ്രാമത്തിലെ ആളുകൾ രാവിലെ എഴുന്നേൽക്കുന്നത് രാഘവിൻ്റെ "പാല് വേണോ, നല്ല ശുദ്ധമായ പാല്" എന്നുള്ള ശബ്ദം കേട്ടിട്ടാണ്. 2 എരുമകൾ മാത്രമായിരുന്നു അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവരുടെ കാര്യവും രാഘവാണ് നോക്കുന്നത്. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് എരുമകൾക്ക് തീറ്റ കൊടുക്കുക, പാൽ കറക്കുക, വലിയ ഡബ്ബകളിൽ പാൽ നിറച്ച് സൈക്കിളിൽ കയറി ഗ്രാമം മുഴുവനും എത്തിക്കുക. ഇവയാണ് രാഘവിൻ്റെ ദിനചര്യ. പാൽ വിറ്റതിന് ശേഷം എല്ലാവരും വിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ രാഘവ് തൻ്റെ പുസ്തകം തുറന്നിരിക്കും. കാരണം പഠിക്കാൻ രാഘവിന് ഒരുപാട് ഇഷ്ടമാണ്. ബറൗലിയിലെ സർക്കാർ സ്കൂളിലെ അധ്യാപകൻ റാം നാരായൺ ജി എപ്പോഴും പറയും, "രാഘവ്, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നല്ലതുപോലെ പരിശ്രമിച്ചാൽ ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് വലിയ ഒരു നിലയിലെത്താൻ സാധിക്കും. വലിയ ആളാകണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യം എനിക്ക് അനുകൂലമല്ല. ആഗ്രഹം വലുതാണെങ്കിൽ സാഹചര്യം താനേ അനുകൂലമായി വരും," നാരായൺ ജി മറുപടി പറഞ്ഞു. ഇത് രാഘവിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അതേസമയം രാഘവിൻ്റെ അമ്മ രാഘവിന് വേണ്ടി വിവാഹാലോചനകൾ തുടങ്ങിയിരുന്നു. അവർ അടുത്ത ബന്ധുക്കളുമായി ഈ കാര്യം സംസാരിച്ചു. അങ്ങനെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അടുത്തുള്ള മാധവപൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് ഒരു വിവാഹാലോചന വന്നു. പെൺകുട്ടിയുടെ പേര് സന്ധ്യ എന്നായിരുന്നു. സന്ധ്യ വളരെ സുന്ദരിയായിരുന്നു. അച്ഛൻ ഒരു കർഷകനായിരുന്നു. സാമ്പത്തികമായി കുടുംബം അത്ര നല്ല നിലയിലായിരുന്നില്ല. പക്ഷേ സന്ധ്യ ആദ്യമായി രാഘവിനെ കണ്ടപ്പോൾ അവൻ്റെ ലാളിത്യവും ശാന്ത സ്വഭാവവും അവളെ അത്ഭുതപ്പെടുത്തി. താമസിയാതെ അവർ വിവാഹിതരായി. ബറൗലി ഗ്രാമത്തിൽ വച്ച് വളരെ ലളിതമായ രീതിയിലായിരുന്നു വിവാഹം. സരസ്വതി ദേവിയുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. കാരണം തൻ്റെ മകൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് അവർക്ക് തോന്നി. വിവാഹശേഷം സന്ധ്യ ബറൗലിയിൽ വന്നു. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ വളരെ നല്ലതായിരുന്നു. രാഘവ് സന്ധ്യയെ വളരെയധികം സ്നേഹിച്ചു. രാവിലെ പാൽ കൊടുക്കാൻ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ എല്ലാം അവൾക്ക് വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ കരുതുമായിരുന്നു. ചിലപ്പോൾ ജിലേബി, ചിലപ്പോൾ വള, ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും. എന്നാൽ ക്രമേണ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഗ്രാമത്തിലെ സ്ത്രീകൾ അവളെ പരിഹസിച്ചു. ഒരു ദിവസം സന്ധ്യ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ അടുത്ത വീട്ടിലെ സ്ത്രീ അവളോട് പറഞ്ഞു, "സന്ധ്യ, നിന്റെ ഭർത്താവ് വെളുപ്പാൻ കാലത്ത് മുഴുവൻ പാൽ വിൽക്കാൻ തുടങ്ങി ഒരുപാട് ക്ഷീണിച്ചു." ഇത് കേട്ടപ്പോൾ സന്ധ്യയ്ക്ക് തന്നെ അവർ പരിഹസിക്കുന്നതായി തോന്നി. അതിനുശേഷം അവൾ രാഘവിനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. രാഘവ് അതിരാവിലെ സൈക്കിളിൽ പാൽപാത്രങ്ങളുമായി പോകുന്നതും ഗ്രാമവാസികൾ കാത്തു നിൽക്കുകയും അവർ അവനെ പാൽക്കാര എന്ന് വിളിക്കുന്നതും ഒക്കെ സന്ധ്യ ശ്രദ്ധിച്ചു. ഇത് കണ്ടപ്പോൾ സന്ധ്യയ്ക്ക് വിഷമമായി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സന്ധ്യയുടെ സഹോദരൻ പ്രദീപ് സഹോദരിയെ കാണാൻ ഗ്രാമത്തിലെത്തി. പ്രദീപിന് പട്ടണത്തിൽ ഒരു ചെറിയ ജോലിയുണ്ട്. അതുകൊണ്ട് അവൻ താനൊരു വലിയ സംഭവം ആണ് എന്ന തോന്നലുണ്ടായിരുന്നു. രാഘവ് പാൽ വിൽപ്പന നടത്തുന്നത് കണ്ടപ്പോൾ പ്രദീപിന് പുച്ഛത്തിൽ ചിരിക്കുന്നു. രാത്രിയിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രദീപ് സന്ധ്യയോട് ചോദിച്ചു, "നീ എന്തു കണ്ടിട്ടാണ് ഈ പാൽക്കാരനെ കല്യാണം കഴിച്ചത്?" സന്ധ്യ പതുക്കെ പറഞ്ഞു, "അവൻ വളരെ നല്ല മനുഷ്യനാണ്." വളരെ നല്ലതായതുകൊണ്ട് വയറ് നിറയില്ലെന്ന് പ്രദീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "ജീവിക്കണമെങ്കിൽ പണം വേണം, അല്ലാതെ മനുഷ്യത്വം ഒന്നുമല്ല വേണ്ടത്." ഇത് സന്ധ്യയുടെ മനസ്സിൽ പതിഞ്ഞു. പിന്നീട് ദിവസവും അവൾ രാഘവനോട് ഈ ജോലി കളഞ്ഞിട്ട് വേറെ വല്ല ജോലിയും ചെയ്യാൻ പറയും. ഒരു ദിവസം രാവിലെ രാഘവ് പാൽ വിൽക്കാൻ പോകാൻ ഇറങ്ങിയപ്പോൾ സന്ധ്യ ദേഷ്യത്തോടെ ചോദിച്ചു, "നിങ്ങൾ എപ്പോഴാണ് ഈ പാൽ വിൽക്കുന്ന ജോലി കളയുന്നത്?" രാഘവ് പതുക്കെ ചോദിച്ചു, "എന്ത്? ഞാനെന്തിനാണ് ഈ ജോലി കളയുന്നത്?" സന്ധ്യ പറഞ്ഞു, "ഈ ഗ്രാമത്തിലുള്ളവർ മുഴുവൻ നിങ്ങളെ പാൽക്കാരൻ എന്നാണ് വിളിക്കുന്നത്. എനിക്കതിഷ്ടമല്ല." രാഘവ് പതുക്കെ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, "സന്ധ്യ, ഒരു ജോലിയും ചെറുതുമല്ല, നാണക്കേടുമല്ല. അതുമാത്രമല്ല, ബാക്കി സമയം ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്." പക്ഷേ ഈ മറുപടി സന്ധ്യയെ തൃപ്തയാക്കിയില്ല. ദിവസങ്ങൾ കഴിയുന്തോറും വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കു തുടങ്ങി. സരസ്വതി ദേവിക്ക് എല്ലാം മനസ്സിലായി തുടങ്ങി. പക്ഷേ അവർ ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഒടുവിൽ സന്ധ്യ ദേഷ്യത്തിൻ്റെ മൂർധന്യാവസ്ഥ രാഘവിൻ്റെ ഹൃദയം തകർക്കുന്ന തരത്തിൽ സംസാരിച്ചു, "നിന്നെപ്പോലെ ഒരു പാൽക്കാരൻ്റെ കൂടെ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല." ഇത് കേട്ടപ്പോൾ രാഘവിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സന്ധ്യ തൻ്റെ സാധനങ്ങളെല്ലാം ഒരു ബാഗിലാക്കി അവളുടെ ഗ്രാമമായ മാധവപുരിലേക്ക് പോയി.
കണ്ണിൽ നിന്ന് മറയുന്നത് വരെ രാഘവ് അത് നോക്കി തന്നെ നിന്നു. എന്നാൽ അന്ന് രാഘവ് ഒരു പുതിയ മനുഷ്യനാകാൻ തീരുമാനിച്ചു. അന്ന് രാത്രി അവൻ തൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഒരു മനുഷ്യൻ്റെ വില അവൻ ചെയ്യുന്ന ജോലിയല്ല തീരുമാനിക്കുന്നത്, അവൻ്റെ മനസ്സും ലക്ഷ്യവുമാണ്. അത് ഞാൻ തെളിയിക്കും. സരസ്വതി ദേവി ആദ്യമായി തൻ്റെ മകൻ്റെ കണ്ണുകളിൽ ഒരു നിശ്ചയദാർഢ്യം കണ്ടു. രാഘവ് ചെറുപ്പം മുതൽ തന്നെ കഠിനമായി പരിശ്രമിക്കുന്ന കുട്ടിയാണ്. എന്നാൽ ഇപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു വ്യത്യസ്തമായ ഒരു ഭാവമാണ് കണ്ടത്. അമ്മ മകൻ്റെ മുടിയിൽ പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ, ഈശ്വരൻ കഠിനാധ്വാനം ചെയ്യുന്നവരെ ഒരിക്കലും കൈവിടില്ല. അമ്മയുടെ ഈ വാക്കുകൾ രാഘവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. ആ രാത്രി അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. സന്ധ്യ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നീ വെറും ഒരു പാൽക്കാരൻ മാത്രമാണ്. ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചെങ്കിലും അവനെ തകർത്തില്ല. മറിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും നേടിക്കാണിക്കണമെന്ന ശക്തമായ ആഗ്രഹം അവൻ്റെ ഉള്ളിലുണർന്നു. അടുത്ത ദിവസം മുതൽ രാഘവിൻ്റെ ജീവിതം പൂർണ്ണമായും മാറി. മുൻപ് പാൽ വിറ്റ് കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ പഠനത്തിന് വേണ്ടി ചിലവാക്കുകയായിരുന്നുള്ളൂ. ഇപ്പോൾ അവൻ തൻ്റെ ഓരോ നിമിഷവും പഠനത്തിനായി മാറ്റിവെച്ചു. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും, എരുമകളെ കറന്ന് പാലെടുക്കും, ഗ്രാമത്തിലെ വീടുകളിൽ പാൽ വിതരണം ചെയ്യും. അതിനു നേരെ വീട്ടിലെത്തി പുസ്തകങ്ങൾക്ക് മുന്നിലിരിക്കും. അതാണ് അവൻ്റെ പുതിയ രീതി. ഗ്രാമത്തിലുള്ളവർ അവനെ പരിഹസിച്ചു. ഇത്രയും പഠിച്ചിട്ട് എന്തു നേടാനാണ്? അവസാനം ചെയ്യേണ്ടത് പാലിൻ്റെ ജോലി തന്നെയല്ലേ? എന്നാൽ രാഘവ ആരുടെയും വാക്കുകൾ ശ്രദ്ധിച്ചില്ല. അവൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ തൻ്റെ പഴയ അധ്യാപകനായ രാംനാരായണൻ മാസ്റ്ററെ കാണാൻ പോയി. സ്കൂളിൻ്റെ വരാന്തയിലിരുന്നു കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. രാഘവിനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. രാഘവ് മാസ്റ്ററുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, മാസ്റ്റർജി, ഞാൻ അങ്ങയുടെ ഒരു സഹായം തേടിയാണ് വന്നത്. എനിക്ക് പഠിക്കണം, ഒരുപാട് മുന്നോട്ട് പഠിക്കണം. മാസ്റ്റർ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. രാഘവൻ്റെ ഉള്ളിൽ എന്തോ ഒരു വലിയ സ്വപ്നം ഉണർന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് അധിക സമയം വേണ്ടി വന്നില്ല. അദ്ദേഹം ചോദിച്ചു, രാഘവ്, നിനക്ക് എന്താകാനാണ് ആഗ്രഹം? ശാന്തമായെങ്കിലും ഉറച്ച ശബ്ദത്തിൽ രാഘവ് മറുപടി നൽകി, എനിക്കൊരു വലിയ ഉദ്യോഗസ്ഥനാകണം. ആളുകൾ ബഹുമാനത്തോടെ നോക്കുന്ന ഒരാളാകണം. കുറച്ച് നിമിഷങ്ങൾ മാസ്റ്റർ മിണ്ടാതിരുന്നു. പിന്നീട് പറഞ്ഞു, രാഘവ്, ഈ വഴി എളുപ്പമല്ല. ഒരുപാട് കഠിനാധ്വാനവും ക്ഷമയും ആവശ്യമാണ്. ഉടൻ തന്നെ രാഘവ് മറുപടി പറഞ്ഞു, മാസ്റ്റർജി, ഞാൻ എത്ര വേണമെങ്കിലും പരിശ്രമിച്ചോളാം. ആ ദിവസം മുതൽ മാസ്റ്ററും അവനെ സഹായിക്കാൻ തുടങ്ങി. പുസ്തകങ്ങൾ നൽകി, പഠിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു, നഗരത്തിൽ പോയി പരീക്ഷകൾ എഴുതാൻ ഉപദേശിച്ചു. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി മാറി. എന്നാൽ രാഘവിൻ്റെ പരിശ്രമത്തിന് ഒട്ടും കുറഞ്ഞില്ല. ഗ്രാമത്തിലെ ആളുകൾ ഇപ്പോൾ അവനെ വെറും പാൽക്കാരനായല്ല, മറിച്ച് കഠിനാധ്വാനിയായ ഒരു ചെറുപ്പക്കാരനായി കാണാൻ തുടങ്ങി. അതേസമയം സന്ധ്യയുടെ ജീവിതവും മാറിക്കൊണ്ടിരുന്നു. പക്ഷേ ആ മാറ്റം അവൾ സ്വപ്നം കണ്ട ദിശയിലല്ലായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ തൻ്റെ സഹോദരൻ പ്രദീപ് എപ്പോഴും തനിക്കൊപ്പം കാണും എന്നാണ് അവൾ കരുതിയിരുന്നത്. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യം അവൾക്കുടെ മുന്നിൽ തെളിഞ്ഞു. പ്രദീപിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വീണ്ടും മോശമായി. അപ്പോഴാണ് സന്ധ്യയ്ക്കൊരു കാര്യം മനസ്സിലാക്കാൻ തുടങ്ങിയത്. കോപത്തിലെടുത്ത തൻ്റെ തീരുമാനം ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്നും. പക്ഷേ ഇപ്പോൾ അത് തിരുത്താൻ അവൾക്ക് പറ്റില്ലായിരുന്നു. സമയം കടന്നുപോയി. സന്ധ്യയുടെ മാതാപിതാക്കൾ മരിച്ചു. ഇപ്പോൾ അവൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ജീവിക്കാൻ വേണ്ടി അവൾക്ക് ചെറിയ ചെറിയ ജോലികൾ ചെയ്യേണ്ടി വന്നു. ചിലപ്പോൾ പാടത്ത്, ചിലപ്പോൾ വീട്ടുജോലിക്കാരിയായി. പക്ഷേ ദാരിദ്ര്യം മാത്രം ബാക്കിയായി. ഒടുവിൽ അവൾ ഗ്രാമത്തിൽ ചാണകവരട്ടി ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അതേസമയം രാഘവ് മുന്നോട്ട് പോയിക്കൊണ്ടു തന്നെയിരുന്നു. പല പരീക്ഷകളിലും അവൻ വിജയിച്ചു, പലതവണ പരാജയപ്പെട്ടു. പക്ഷേ അവൻ ഒരിക്കലും തളർന്നില്ല. പരാജയം അവനെ കൂടുതൽ ശക്തനാക്കി. ഒടുവിൽ വർഷങ്ങളായി അവൻ കാത്തിരുന്ന ആ വാർത്ത അവനെ തേടിയെത്തി. രാഘവ് രാജ്യത്തെ ഏറ്റവും കഠിനമായ പരീക്ഷ പാസ്സായി. ഇതറിഞ്ഞ നിമിഷം ബറൗളി ഗ്രാമത്തിലെ ആൾക്കാർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഗ്രാമത്തിലെ ആളുകൾ പാൽക്കാരനെന്ന് വിളിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ ഇന്ന് ഒരു വലിയ ഓഫീസറാകാനുള്ള പരീക്ഷ പാസ്സായിരിക്കുന്നു. ഓരോരുത്തരും പറഞ്ഞു, ദൈവമേ, എൻ്റെ മകൻ്റെ കഠിനാധ്വാനത്തിന് ഫലം നീ കൊടുത്തല്ലോ. കുറച്ച് മാസങ്ങളുടെ പരിശീലനത്തിന് ശേഷം രാഘവിന് ആദ്യത്തെ നിയമനം ഉത്തർപ്രദേശിലെ ഒരു ജില്ലയിലായിരുന്നു. അന്ന് രാവിലെ മുതൽ ബറൗളി ഗ്രാമത്തിൽ ഉത്സവാന്തരീക്ഷമായിരുന്നു. ആളുകൾ പറഞ്ഞു, കഠിനാധ്വാനം കൊണ്ട് എന്തു ചെയ്യാൻ കഴിയുമെന്ന് നോക്കൂ, രാഘവ് ഇപ്പോൾ കളക്ടറായി മാറി. പക്ഷേ രാഘവിൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ആ പഴയ വേദന നിലനിൽക്കുന്നുണ്ടായിരുന്നു.
പാൽ വിറ്റതിൻ്റെ പേരിൽ മാത്രം സന്ധ്യ അവനെ ഉപേക്ഷിച്ചത് അവന് മറക്കാൻ സാധിക്കില്ലായിരുന്നു. കാലം അതിൻ്റേതായ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. 10 വർഷങ്ങൾ കടന്നുപോയി. രാഘവ് കർക്കശക്കാരനും എന്നാൽ സത്യസന്ധനുമായ ഒരു കളക്ടർ എന്ന പേര് നേടിയിരുന്നു. ഒരു ദിവസം ഗ്രാമങ്ങൾ പരിശോധിക്കാൻ അദ്ദേഹത്തെ സർക്കാർ നിയോഗിച്ചു. ഉദ്യോഗസ്ഥർ നിരവധി ഗ്രാമങ്ങളുടെ പട്ടിക തയ്യാറാക്കി. അവയിലൊന്ന് മാധവപുർ ആയിരുന്നു. രാഘവ് ഈ പേര് കേട്ടയുടനെ തന്നെ അവിടം ഓർമ്മ വന്നു. ആ ഗ്രാമത്തിലാണ് ഭാര്യ സന്ധ്യ താമസിക്കുന്നത്. ഒരു നിമിഷം അയാൾ നിശബ്ദനായി. പിന്നെ ഫയൽ അടച്ചുവെച്ച് പതുക്കെ പറഞ്ഞു, ശരി, നാളെ തന്നെ നമുക്ക് പോകാം. ആദ്യം മാധവപുരിലേക്ക് തന്നെ പോകാം. അടുത്ത ദിവസം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വൈകാരികവും അപ്രതീക്ഷിതവുമായ ഒരു വഴിത്തിരിവായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. രാവിലെ കളക്ടർ രാഘവിൻ്റെ കാർ ജില്ലാ ആസ്ഥാനത്തു നിന്ന് മാധവപുരിലേക്ക് പുറപ്പെട്ടു. സർക്കാർ വാഹനങ്ങൾ കാറിനെ പിന്തുടർന്നു. നിരവധി ഉദ്യോഗസ്ഥരും അരികിൽ ഇരുന്നു. രാഘവ് കാറിൻ്റെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. പക്ഷേ പഴയ ഓർമ്മകൾ അവൻ്റെ കൺമുന്നിലൂടെ മിന്നിമറഞ്ഞുകൊണ്ടിരുന്നു. സന്ധ്യ അന്ന് പറഞ്ഞ ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു പോയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജില്ലാ കളക്ടർ ഗ്രാമത്തിലെത്തിയെന്ന വാർത്ത പരന്നതോടെ മാധവപുർ ഗ്രാമത്തിൽ ആളുകൾ കൂടാൻ തുടങ്ങി. ഗ്രാമത്തലവൻ ബൽദേവ് സിംഗും ഉടൻ തന്നെ എത്തി. അവർ രാഘവിനെ കൂപ്പുകൈകളോടെ അഭിവാദ്യം ചെയ്തു. ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. രാഘവ് ശ്രദ്ധയോടെ എല്ലാം കേട്ടു. പക്ഷേ അവൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയോ ഒരു അസ്വസ്ഥത നിറഞ്ഞിരുന്നു. പരിശോധന ആരംഭിച്ചു. രാഘവ് വയലിലേക്ക് പോയി. സ്കൂൾ കണ്ടു. പഞ്ചായത്ത് ഭവൻ്റെ അവസ്ഥ പരിശോധിക്കുകയും ഉദ്യോഗസ്ഥർക്ക് പുതിയ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഓരോ കാര്യങ്ങളും കളക്ടർ ഇത്ര ശ്രദ്ധയോടെ നോക്കുന്നത് കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ റോഡരികിലെ ഒരു സ്ഥലത്തേക്ക് പതിഞ്ഞു. ഒരു സ്ത്രീ നിലത്തിരുന്ന് കൈകൾ കൊണ്ട് ചാണക വരട്ടി ഉണ്ടാക്കുകയായിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ ലളിതമായിരുന്നു. കണ്ണുകളിൽ ക്ഷീണം വ്യക്തമായി കാണപ്പെട്ടു. രാഘവിൻ്റെ നോട്ടം ഒരു നിമിഷം അവളിൽ തന്നെ നിന്നു. എന്തുകൊണ്ടെന്ന് അവൻ അറിയില്ല. പക്ഷേ ആ മുഖം എവിടെയോ പരിചിതമായി തോന്നി. രാഘവ് പതുക്കെ അവരുടെ അടുത്തേക്ക് ചെന്നു. മറ്റുള്ള ഉദ്യോഗസ്ഥർ കളക്ടർ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്നറിയാതെ നിന്നു. രാഘവ് അവരുടെ അടുത്തെത്തിയതും ആ സ്ത്രീ തല ഉയർത്തി നോക്കി. രണ്ടുപേരും പരസ്പരം കണ്ടു. ഒരു നിമിഷം സന്ധ്യ അന്തിച്ചുപോയി. കാരണം 10 വർഷം മുൻപ് താൻ പാൽക്കാരൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച രാഘവ് ആണ് അതെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ കയ്യിലിരുന്ന ചാണകം താഴെ വീണു. മുഖം വല്ലാതെ വിളറി. രാഘവ് ഒരു കളക്ടറായി വരുമെന്ന് അവൾ ഒരിക്കലും സങ്കല്പിച്ചിരുന്നില്ല. ഈ കാഴ്ച കണ്ട് ഗ്രാമവാസികൾ ഞെട്ടിപ്പോയി. കളക്ടർ എന്തിനാണ് ഈ സ്ത്രീയെ ഇത്ര ശ്രദ്ധയോടെ നോക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. സന്ധ്യയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നുകൊണ്ടിരുന്നു. അവൾ ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. രാഘവിൻ്റെ മനസ്സിൽ ആ പഴയ മുറിവുകൾ, പഴയ വാക്കുകൾ, വർഷങ്ങളുടെ കഠിനാധ്വാനം ഇവയെല്ലാം അവൻ്റെ ഓർമ്മകൾ നിറഞ്ഞു. ഒടുവിൽ ശാന്തമായ സ്വരത്തിൽ അവൻ ചോദിച്ചു, സന്ധ്യ, നിനക്ക് സുഖമാണ്? സന്ധ്യയുടെ കണ്ണുകളിൽ ഒരു തിളക്കം കണ്ടു. കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ഈ ചോദ്യത്തിന് എന്തുത്തരം നൽകണമെന്ന് സന്ധ്യയ്ക്ക് അറിയില്ലായിരുന്നു. അവിടെ കൂടി നിന്ന ആൾക്കാർ പരസ്പരം പെരുവിറുത്തു. കളക്ടർ സാറിന് ഈ സ്ത്രീയെ അറിയാമെന്ന് തോന്നുന്നു. സന്ധ്യ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. ജീവിതം എന്നെ ഒരുപാട് പഠിപ്പിച്ചു രാഘവ്. ഒരാളുടെ മൂല്യം അയാളുടെ പ്രവൃത്തികളിലൂടെയല്ല നിർണ്ണയിക്കപ്പെടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് വളരെ വൈകിയാണ്. ആ പഴയ വാക്കുകൾ രാഘവിൻ്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു. നീ വെറും ഒരു പാൽക്കാരൻ മാത്രമാണ്. പക്ഷേ ഇത്തവണ അവളുടെ വാക്കുകളിൽ ദേഷ്യമില്ലായിരുന്നു. ഞാൻ ഒരു വലിയ തെറ്റു ചെയ്തു, സന്ധ്യ പറഞ്ഞു. അന്നു ഞാൻ എൻ്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ്. ആ തെറ്റിന് ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു. കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കണം. രാഘവ് നിശബ്ദനായി നിന്നു. ഒരിക്കൽ തൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയ ആ സ്ത്രീ ഇപ്പോൾ എല്ലാം തകർന്ന നിലയിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഗ്രാമവാസികളെല്ലാം ആ രംഗം കണ്ടു നിൽക്കുകയായിരുന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. രാഘവ് പതുക്കെ സന്ധ്യയെ നോക്കി. അവളുടെ മുഖത്ത് പഴയ അഹങ്കാരമോ സ്വപ്നമോ ഒന്നുമില്ലായിരുന്നു. പകരം ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സാധു സ്ത്രീയെയാണ് കണ്ടത്. രാഘവൻ്റെ മനസ്സിൽ കുറച്ച് ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഒരിക്കൽ എന്നെ അപമാനിച്ച ഇവളോട് എനിക്ക് ക്ഷമിക്കാനാകുമോ? അഹങ്കാരമൊക്കെ ഇവളിൽ നിന്ന് പോയി കാണുമോ? സന്ധ്യയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നുകൊണ്ടിരുന്നു. അവൾ പറഞ്ഞു, രാഘവ്, നീ ദരിദ്രനാണെന്ന് പറഞ്ഞു ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോയി. പക്ഷേ യഥാർത്ഥ ദാരിദ്ര്യം എന്താണെന്ന് ജീവിതം എനിക്ക് കാട്ടിത്തന്നു. ഇത് കേട്ടപ്പോൾ രാഘവൻ്റെ മനസ്സിൽ പഴയൊരു കെട്ട് അഴിഞ്ഞു പോയതുപോലെ തോന്നി. താൻ ഇനി ഒരു തീരുമാനമെടുക്കേണ്ട സമയമായി. അത് ഭൂതകാലത്തെ മാത്രമല്ല, ഭാവി കാലത്തെയും മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കണം. ആ നിമിഷം രാഘവ് ഒരു ദീർഘനിശ്വാസമെടുത്ത് സന്ധ്യയെ നോക്കി. ഗ്രാമവാസികൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. എല്ലാ കണ്ണുകളും രാഘവിലായിരുന്നു. നിന്നെ തള്ളിപ്പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അച്ഛനമ്മമാരുടെ അടുത്ത് വന്നപ്പോൾ എനിക്ക് തോന്നി ജീവിതം വളരെ സുഖമാണെന്ന്. എന്നാൽ അച്ഛനമ്മമാർ മരിച്ചതോടെ ആകെയുണ്ടായിരുന്ന സഹോദരൻ എന്നെ ഉപേക്ഷിച്ചു.
ജീവിക്കാൻ വേണ്ടി പലതരം ജോലികൾ എനിക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ജോലിയും ചെറുതല്ല എന്ന്. ഗ്രാമവാസികൾ ആരും ഒന്നും മിണ്ടിയില്ല. അവർ ലളിതമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നില്ല, മറിച്ച് ആഴമേറിയ ജീവിതകഥയായിരുന്നു. രാഘവ് പതുക്കെ സന്ധ്യയുടെ അടുത്തു വന്നു. സന്ധ്യയുടെ മുന്നിൽ നിന്ന് അവൻ അവളെ ഒരു നിമിഷം നോക്കി. സന്ധ്യ, ജീവിതം ഒരു വ്യക്തിയെ പലതും പഠിപ്പിക്കും. ചിലപ്പോൾ നമ്മുടെ തെറ്റുകൾ നമുക്ക് ശരിയായ പാത കാണിച്ചു തരും. സന്ധ്യ പതുക്കെ തലയുയർത്തി നോക്കി. ഞാൻ ദുർബലനായിരുന്ന ആ ദിവസം നീ എന്നെ വിട്ടുപോയി. ഒരു പക്ഷേ ആ വേദന എന്നെ കൂടുതൽ ശക്തമാക്കി. ഒരു പക്ഷേ അങ്ങനെ ഒരു ദിവസം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും ആവില്ലായിരുന്നു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം രാഘവ് പതുക്കെ പറഞ്ഞു, നോക്കൂ, ഒരു കാര്യം എപ്പോഴും ഓർമ്മ വയ്ക്കണം. മനുഷ്യരായാൽ തെറ്റു ചെയ്യും പറ്റും. ആരെങ്കിലും തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ. രാഘവ് മുന്നോട്ട് വന്നു. സന്ധ്യയുടെ അടുത്തു നിന്നു അവളെ നോക്കി. പിന്നെ ശാന്തമായി പറഞ്ഞു, സന്ധ്യ, ജീവിതം ഒരു വ്യക്തിയെ പലതും പഠിപ്പിക്കുന്നു. ആരെങ്കിലും താൻ ചെയ്ത തെറ്റിൽ ആത്മാർത്ഥമായി ഖേദിക്കുന്നു എങ്കിൽ തീർച്ചയായും അവർക്ക് ഒരവസരം കൂടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സന്ധ്യയുടെ ശ്വാസം നിലച്ചുപോയി. അവൾ പൊട്ടിക്കരഞ്ഞു. ഗ്രാമവാസികൾ എല്ലാം ഈ വൈകാരിക നിമിഷത്തിന് സാക്ഷിയായി. രാഘവ് തുടർന്നു, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞുപോയി. നീ ശരിക്കും പശ്ചാത്തപിക്കുന്നു എങ്കിൽ നിനക്ക് ഒരവസരം കൂടി തരാം. സന്ധ്യ വിശ്വാസം വരാതെ രാഘവിനെ നോക്കി. എൻ്റെ കൂടെ വരൂ. ഇനി നീ ഇങ്ങനെ കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ കുറച്ചു നേരം തലകുനിച്ചു നിശബ്ദയായി നിന്നു. ആ ഗ്രാമത്തിലെ ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു രംഗത്തിന് സാക്ഷ്യം വഹിച്ചു. പിന്നീട് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സാന്നിധ്യത്തിൽ രാഘവും സന്ധ്യയും അവരുടെ ബന്ധം പുതുക്കി. ഇത്തവണ അവരുടെ ബന്ധം പരസ്പര ധാരണ, ബഹുമാനം, ജീവിതം എന്നിവയിൽ ഒതുങ്ങിയതായിരുന്നു. സന്ധ്യ ഇപ്പോൾ പഴയ ആളല്ല. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കി. എല്ലാ ദിവസവും രാഘവിൻ്റെ കൂടെ നിന്നുകൊണ്ട് അമ്മ സരസ്വതി ദേവിയെ പരിചരിച്ചു. ബരൗളി ഗ്രാമത്തിലുള്ളവർ എപ്പോഴും ഈ കഥയിലൂടെ പറയുമായിരുന്നു, ജീവിതത്തിൽ ആരും ഒരാളുടെ പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യനെ വിലയിരുത്തരുത്. ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ വസ്ത്രം, സമ്പത്ത്, ജോലി ഇതുകൊണ്ട് നാം ആരെയും വിലയിരുത്തരുത്. അവരുടെ സ്വഭാവവും കഠിനാധ്വാനവുമാണ് നാം പഠിക്കേണ്ടത്.